വളരെ രസകരമായ ഒരു വാർത്ത. രസമല്ലായിട്ട് നമുക്കത് ഉദ്ദേശിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഒരു വാർത്ത കാണാനിടയായി. സുപ്രീം കോടതി ഒരു കേസിലെ ഒരു പ്രതിയെ വെറുതെ വിട്ടു. വെറുതെ വിട്ട എന്താ കേസെന്നറിയാമോ? ഒരു 20 രൂപ കൈക്കൂലി ഒരു പിയൂണ് വാങ്ങി എന്നുള്ളതാണ് അലിഗേഷൻ. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ PC ആക്ട് അനുസരിച്ച്, അഴിമതി നിരോധന വകുപ്പ് നിയമം അനുസരിച്ച് അയാളെ, അത് ഒരു ഗ്രാമപഞ്ചായത്തിലെ പിയൂണാണ്. ഒരു പയ്യനൊരു സർട്ടിഫിക്കറ്റിന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുന്നു. 1996 അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ക്ലാർക്ക് പറഞ്ഞു അയാൾക്ക് 100 രൂപ കൊടുക്കണം, പിയൂണിന് 20 രൂപയും കൊടുക്കണം. അങ്ങനെ 120 രൂപ കൈക്കൂലി ചോദിച്ചു. ഇവനത് കൊടുക്കാൻ തയ്യാറായില്ല. എന്നിട്ട് അവൻ സമ്മതിച്ചു കൊടുക്കാമെന്ന്. എന്നിട്ട് വന്ന് വിജിലൻസിന് അറിവ് കൊടുത്തു. അറിവ് കൊടുത്തതിന് ശേഷം കൊണ്ടുപോയിട്ട് അവർ ഈ പൊടി വരട്ടി കൊടുക്കുമല്ലോ, ഫിനോഫ്തലിൻ പൗഡർ പുരട്ടി കൊടുക്കും. നോട്ട് കൊടുത്തു. അത് 100 രൂപ ക്ലാർക്കിനും കൊടുത്തു, 20 രൂപ ആ പിയൂണിനും കൊടുത്തു. ഇവർ നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത നോട്ടുണ്ടല്ലോ, അത് ക്ലാർക്കിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ല. അത് ഇതിലും വലിയ മിടുക്കനായിരുന്നു. അവൻ വേറെ ഏതാണ്ട് പണി ചെയ്തിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ കിട്ടിയില്ല, നോട്ട് കിട്ടിയില്ല. പക്ഷേ ഈ പിയൂണിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ഈ 20 രൂപ നോട്ട് കിട്ടി, 20 രൂപ കിട്ടി. അതെടുത്ത് വെച്ചുകൊണ്ട് കേസ് ആയി. ഈ ക്ലാർക്കിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടാത്തതുകൊണ്ട് ക്ലാർക്കിനെ വെറുതെ വിട്ട് പിയൂണിനെ ശിക്ഷിച്ചു. 1996 നോക്കണം, 30 വർഷമായി. ഇപ്പോൾ അവസാനം സുപ്രീം കോടതി ഇത് കൂലങ്കക്ഷമായി പരിശോധിച്ചപ്പോൾ എന്താ, ഈ പിയൂണിനൊരു ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാശ് പിയൂണിൻ്റെ കൊടുക്കുന്നതെന്നാണ് തെളിവ് വന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരു ഡിമാൻഡ് അവിടെ ഇല്ല. അതായത് ഒരാൾ കൈക്കൂലി വാങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം അയാൾ ഡിമാൻഡ് ചെയ്യണം. ആ ഡിമാൻഡ് ചെയ്തിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് കൈക്കൂലി ആവുള്ളൂ. അതായത് PC ആക്ടിലെ ഒഫൻസ് വരുള്ളൂ. അപ്പം ഡിമാൻഡ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇതിൻ്റെ അകത്ത് ഒരു ഒഫൻസായിട്ട് വരത്തില്ല. ഇപ്പം ചുമ്മാ ഇരിക്കുന്ന ഒരുത്തൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അനങ്ങാതെ അവനെ ഇത് കൈ ഇരിക്കട്ടെ എന്നും പറഞ്ഞൊരു 5000 രൂപ കൊടുക്കുന്നു. എന്നിട്ട് വന്ന് പറഞ്ഞ് എൻ്റെ ഇന്ന് കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞ കാര്യമില്ല. ഇയാൾ ഡിമാൻഡ് ചെയ്യണം. ഡിമാൻഡ് ചെയ്യാതെ ഈ കാശ് കൊണ്ട് കൊടുത്താലോ അവിടെ എവിടെയെങ്കിലും വെച്ചാലോ അത് ഒഫൻസ് ആവത്തില്ല. അങ്ങനെ വരത്തില്ല ഒരിക്കലും. അല്ലെങ്കിൽ അയാളെ അത്ര നിർബന്ധമായിട്ട് ഇയാളെ ഇങ്ങനെ ചോദിച്ചു എന്നുള്ളതിൻ്റെ എവിഡൻസ് വേണം. അതല്ലാതെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കേസുകൾ അങ്ങനെ വെറുതെ വിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് മുമ്പ്. കാരണം ഡിമാൻഡില്ല. ഡിമാൻഡിൽ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓഫൻസ് നിൽക്കത്തില്ല. അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ 20 രൂപയുടെ കൈക്കൂലി, ഇനി അത് കൈക്കൂലിയാന്നിരിക്കട്ടെ, ഉപകാരസ്മരണയെന്നും പറഞ്ഞുകൊണ്ട് എന്നൊരു 20 രൂപ ഈ പിയൂണിന് കൊടുത്താൽ അത് കൈക്കൂലിയൊന്നും ആവത്തില്ല. അപ്പോൾ ആ രീതിയിൽ പോയി ഡിമാൻഡില്ല, അയാൾ ചോദിച്ചിട്ടില്ല. ക്ലാർക്കാണ് ഇതൊക്കെ പറഞ്ഞേക്കുന്നത്. 100 രൂപ ക്ലാർക്കിന് കൊടുക്കണം, 20 രൂപ പിയൂണിനും കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ പിയൂൺ 20 രൂപ ചോദിച്ചിരുന്നെങ്കിൽ മാത്രമേ ഡിമാൻഡ് വരുന്നുള്ളൂ. അത് ചോദിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ വെറുതെ വിടുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിക്കൊള്ളൂ, നമുക്ക് 30 വർഷം കേസ് നടത്തി ആണ് ഇപ്പോൾ ഈ സർവീസിൽ നിന്ന് പിന്നെ റിട്ടയറൊക്കെ ചെയ്ത് പോയതിന് ശേഷം വന്നേക്കുന്നത്. ഇത് ഞാൻ ഒരുപാട് കാണാനിടയായിട്ടുണ്ട്. പണ്ട് ഈ വില്ലേജ് ഓഫീസർമാർ 1-2 പേര്, ഞാനത് വിട്ടിട്ടുണ്ട് ആ കേസൊക്കെ, ഈ 100 രൂപ കൈക്കൂലി. ഇവിടെ രാഷ്ട്രീയക്കാരും മറ്റു ഉദ്യോഗസ്ഥരും വലിയ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വാങ്ങിക്കുന്നത് എത്ര ലക്ഷങ്ങളും കോടികളുമാണ് വാങ്ങിക്കുന്നത്. അതിൽ നിന്നൊക്കെ ഇവന്മാരൊക്കെ ആരും പിടിക്കാനില്ല, ഒന്നുമില്ല. അത് വാങ്ങിക്കുന്നവനെല്ലാം യാതൊരു കുഴപ്പമില്ല. ആയിരക്കണക്കിന് കോടി രൂപ വാങ്ങി മോളുടെയും മരുമോൻ്റെയും മോൻ്റെയും ഒക്കെ പേർക്ക് ബിസിനസ്സൊക്കെ നടത്തുന്ന രാഷ്ട്രീയക്കാരുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ അവർക്കൊന്നും കേസില്ല, വഴക്കുമില്ല, ഒന്നുമില്ല. അവർക്ക് എത്ര നാൾ വേണമെങ്കിലും രക്ഷപ്പെടുത്താം. ഇനി അവരെ പിടിക്കാൻ പോയാലോ, അവരുടെ അണികൾ ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പാർട്ടിയെ തകർക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങും. അങ്ങനെ നടക്കുന്നവരെ നമുക്ക് കാണും. ഈ അഴിമതിയൊക്കെ ഉള്ളപ്പം ഈ 20 രൂപയുടെ കൈക്കൂലി എന്നും പറഞ്ഞ് നമ്മൾ ഇതിന് ചിലവാക്കേണ്ട കാര്യമുണ്ടോ, സമയം ചിലവാക്കേണ്ട കാര്യമുണ്ടോ? ആലോചിച്ച് നോക്കിയുള്ളൂ. ജുഡീഷ്യറി 30 വർഷം ഈ കേസിന് വേണ്ടി ചിലവാക്കി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം.
ഇത് ഒരിക്കൽ ഞാൻ കണ്ട ഒരു സംഭവമുണ്ട്, എനിക്കത് മനസ്സിനെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് ഈ വീട്ടിലേക്ക് കറണ്ട് കണക്ഷൻ വേണം, വൈദ്യുതി കണക്ഷൻ വേണം. അപ്പോൾ അന്ന് ഒരു കാലത്ത് വൈദ്യുതി കണക്ഷൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴൊക്കെ അപ്ലൈ ചെയ്താൽ നേരത്തെ പെട്ടെന്ന് കിട്ടും. മറ്റേത് അപ്ലൈ ചെയ്ത് ഇങ്ങനെ കിടക്കണം. എന്നിട്ട് പറയും അവിടെ ട്രാൻസ്ഫോർമർ മറ്റിടത്തില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പവർ കൂടിപ്പോയി, അത് കാരണം കൊടുക്കാൻ മാർഗമില്ല, ഇനി ട്രാൻസ്ഫോർമർ മാറി വെച്ചാലേ ഒക്കത്തുള്ളൂ. ഈ 2 മുറിക്ക് വീടും വെച്ചിട്ട് അതിനകത്തൊരു കണക്ഷന് പോകുന്നവന് ഒരു ട്രാൻസ്ഫോർമർ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അതേ ഉമ്മാർക്കറിയാം. അങ്ങനെയുള്ള കള്ളത്തരമൊക്കെ എഞ്ചിനീയർമാരും അവരും എല്ലാം പറഞ്ഞ് ഈ പാവങ്ങൾക്ക് കറണ്ട് കൊടുക്കാതെ താമസിപ്പിക്കും. അങ്ങനെ ഒരാളെ താമസിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഇത് കണ്ട് മനസ്സലിഞ്ഞിട്ട് അവിടുത്തെ ഒരു ഓവർസിയർ ഉണ്ടല്ലോ, അയാൾ അങ്ങ് തീരുമാനിച്ചു ഇത് എങ്ങനെയെങ്കിലും കൊടുക്കണം. അയാൾ ആ എഞ്ചിനീയറെയൊക്കെ പറഞ്ഞ് മനസ്സിലായി അവൻ വെറും പാവമാണ്, ഇതങ്ങ് കൊടുക്കാമെന്ന് പറഞ്ഞ് കറണ്ട് കണക്ഷൻ ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയാമോ, ഇയാൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, അവന്മാർക്ക് കൈക്കൂലി കൊടുക്കാത്തതെന്ന്. അപ്പം ആരെങ്കിലുമൊക്കെ അവൻ്റെ അടുത്ത് ചോദിച്ചും കാണും. അപ്പം ഇതൊന്നും അറിയാത്ത ഒരു ലൈൻമാൻ ഈ കണക്ഷൻ കൊടുക്കാൻ വന്നല്ലോ, അയാൾ ഈ കണക്ഷനും കൊടുത്ത് എല്ലാം റെഡിയായി പോയി. അപ്പോൾ കണക്ഷൻ കൊടുത്തിട്ട് ഇയാൾ എന്തെന്നറിയാം, ഈ ലൈൻമാൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ കണക്ഷൻ കൊടുത്തതിൻ്റെ പിറ്റേന്ന് ഒരു 100 രൂപ കൊണ്ട് കൊടുത്തു. അയാൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നാലും ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഈ കാശ് വാങ്ങിച്ചു വെച്ചു. ഈ കാശ് വിജിലൻസിൽ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കൊടുത്ത പൈസയാണ്. അയാൾ അറിഞ്ഞില്ല പാവം. അയാൾ ഇത് വാങ്ങിച്ച്, കാരണം സന്തോഷ സൂചകമായിട്ട് ഈ പണി കഴിഞ്ഞിട്ട് അതിന് മുമ്പാണെങ്കിൽ നമുക്ക് ഡിമാൻഡ് എന്ന് പറയാം, ഈ കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പാണെങ്കിൽ അത് ഡിമാൻഡ് ചെയ്തതാണെന്ന് പറയാം. പക്ഷേ ഈ കണക്ഷൻ കൊടുത്തതിന് ശേഷം ഡിമാൻഡെന്ന് പറയാൻ പറ്റുമോ? കാരണം കണക്ഷൻ കൊടുക്കണമെങ്കിൽ പൈസ വേണമെന്ന് പറയണം, എന്നാലും മാത്രമേ ഡിമാൻഡ് ആവുള്ളൂ. ഇതങ്ങനല്ല. ഈ കണക്ഷൻ കൊടുത്തതിൻ്റെ അതിൻ്റെ പിറ്റേന്നോ ആണ് ഇയാളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ ലൈൻമാൻ്റെ വീട്ടിൽ ചെന്ന് ഉപകാര സ്മരണ പോലെ കൊണ്ടുവന്നൊരു 100 രൂപ കൊടുത്തു. അയാൾ വളരെ സന്തോഷമായിട്ട് ഇത് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അയാൾ വേണ്ടെന്ന് പറഞ്ഞു, കാരണം ഇവൻ അത്രയും പാവപ്പെട്ടവനായത് വേണ്ടെന്ന് പറഞ്ഞു. എന്നാലും അയാൾ നിർബന്ധിച്ചപ്പോൾ അയാൾ അങ്ങ് വാങ്ങിച്ചു. അയാളെ വന്ന് പിടിച്ചോണ്ട് പോയി, അയാളെ ജോലിയും പോയി, അയാൾ കേസിനകത്തായി. അതിനെ കീഴ്ക്കോടതി ശിക്ഷിച്ച കേസ് എൻ്റെ മുമ്പിൽ വന്നതാണ്. ഞാനിത് എടുത്ത് വെച്ച് നോക്കിയിട്ട് ഞാൻ എന്നിട്ട് ചോദിച്ചൊരു കാര്യമുള്ള, ഒരു പാവം പിടിച്ച് ഒരുത്തൻ ഒരു 100 രൂപ വാങ്ങിച്ച്, ഇനി വാങ്ങിച്ചാന്നിരിക്കട്ടെ, ഇവിടെ കോടിക്കണക്കിന് വാങ്ങിക്കുന്നവന്മാരെ ആരെങ്കിലും പിടിക്കുന്നുണ്ടോ? അത് പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞു. പക്ഷേ ഇതല്ല, ഇതിനകത്ത് ഡിമാൻഡില്ല. കാരണം ഇത് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഒരു സംഭാവന കൊടുക്കുന്ന മാതിരി നന്ദി സൂചകമായിട്ട് ഒന്ന് കൊടുത്തു. അത് വാങ്ങിക്കാൻ പാടില്ലാത്തതാണ്, എന്നാലും അയാൾ അയാൾ നിർബന്ധിച്ചപ്പോൾ വാങ്ങിച്ചു. അയാളെ വീട്ടിൽ കൊണ്ട് കൊടുത്തത്, അയാൾ പോയി വാങ്ങിച്ചതല്ല അവൻ്റെ വീട്ടിൽ. അപ്പോൾ ഇത് വളരെ ദ്രോഹമാണ് ചെയ്തേക്കുന്നത്. ഇയാളെ ഇതിനകത്ത് ശിക്ഷിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ അത് വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പം ഞാനത് ആലോചിച്ചു, അത് എത്ര വർഷം ഉണ്ടെന്നറിയാം. അതായത് ഒരു 10-15 വർഷം ഈ പാവം പിടിച്ചവനുണ്ടല്ലോ, അവൻ്റെ ജോലിയും പോയതിന് ശേഷം ഇതിൻ്റെ പുറകെ നടന്നു. ഒരു വെറും ലൈൻമാനാണ് അയാൾ, നല്ല കാര്യം ചെയ്തതാണ്, പക്ഷേ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതുപോലെ പിടിക്കപ്പെടുന്നവരുണ്ട്, ഇല്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞേ. ചിലർക്ക് അങ്ങ് വൈരാഗ്യം തോന്നിക്കഴിഞ്ഞിട്ട് ഈ ചോദിക്കുന്നവൻ, അത് ഒരുത്തൻ വലിയ എമൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ താഴെക്കട ഈ പാവപ്പെട്ടവനൊന്നും അറിയാത്തവൻ്റെ മണ്ടയിൽ അവസാനം വന്ന് വീഴും. അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. ഇത് ഈ 20 രൂപയുടെ കാര്യം കേട്ടപ്പോൾ എനിക്ക് സംഭവം ഓർമ്മ വന്നു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വെറുതെ ആളുകളെ ഉപദ്രവിക്കരുത്. ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള സില്ലിയായിട്ടുള്ള മാറ്റേഴ്സൊക്കെ നമ്മൾ എടുത്ത് വെച്ച് ഈ ജുഡീഷ്യറി ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഫൻസാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. 20 രൂപയായാലും 1 രൂപയായാലും കൈക്കൂലിയാണ്. പക്ഷെ അത് കൈക്കൂലി ആയിരിക്കണം. അത് വിചാരണ കോടതികളുമൊക്കെ ആ രീതിയിൽ വേണം അതിനെ കാണാൻ. അതില്ലാതെ ഇത് സുപ്രീം കോടതി വരെ പോകേണ്ട ഗതികേട് വന്നു. അന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ എത്ര കോടതി കഴിഞ്ഞെന്ന്. അതായത് PC ആക്ട് അനുസരിച്ചുള്ള സ്പെഷ്യൽ കോർട്ട് അത് കഴിഞ്ഞു, അതിൻ്റെ വിധിയും കഴിഞ്ഞിട്ട് അത് ഹൈക്കോടതി കഴിഞ്ഞു. ഈ ഹൈക്കോടതി എന്ന് പറയുന്നവർക്ക് ഇത് കാണാൻ വയ്യാത്തൊന്നും അല്ലല്ലോ. അതും കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയായി. ഇതിൻ്റെ പുറകിലുള്ള പണച്ചെലവ്, ജുഡീഷ്യറിയുടെ അനാവശ്യമായ സമയ വിനിയോഗം, ഇതൊക്കെ ഒന്ന് കാണേണ്ടതാണ്, മനസ്സിലാക്കണം.